ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രം റൂമിൽ വന്നിരുന്നിട്ട് വേദയെക്കുറിച്ച് ആലോചിക്കാട്ടോ. എന്നിട്ട് പണ്ടൊരിക്കല് വേദയുടെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മുല്ലപ്പൂ ഉണ്ട്. അതെടുത്തിങ്ങനെ വേദയെക്കുറിച്ച് ആലോചിക്കും. എന്നിട്ട് അന്നത്തെ ഒരു സംഭവം ആലോചിക്കുകയാണ്. അതായത് ഒരു ദിവസം വിക്രം വേദയും കൂടെ ക്ഷേത്രത്തിൽ പോയി വരുമ്പോ തൊഴുതിങ്ങനെ ഇറങ്ങാട്ടോ. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടാക്കും മുല്ലപ്പൂ വെച്ച് പോകുന്നേ. വിക്രം ആ കുട്ടി ഇങ്ങനെ നോക്കും, വേദ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം മുന്നിൽ നടക്കുമ്പോ വേദ പറയും, കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിലേക്കാണല്ലോ. വിക്രം പറയും, എന്താ പറഞ്ഞേ? വേദ പറയും, അണ്ണാനുണ്ടോ മരം കയറ്റം മറക്കുന്ന്? വിക്രം പറയും, അയ്യേ ഞാൻ ആ ടൈപ്പ് ഒന്നല്ല. വേദ വയ്ക്കും, ഏത് ടൈപ്പ്? വിക്രം പറയും, നീ ഇപ്പൊ വിചാരിച്ച ടൈപ്പ്. വേദ പറയും, അതിന് ഞാനെന്ത് വിചാരിച്ചു? വിക്രം പറയും, അതൊക്കെ എനിക്ക് മനസ്സിലായി. വേദ വയ്ക്കും, ഏതൊക്കെയാണെന്ന് പറ. വിക്രം പറയും, ഞാൻ ആ പെൺകുട്ടിയെ നോക്കിന്നല്ലേ നീ പറഞ്ഞത്? വേദ പറയും, പെൺകുട്ടിയോ? ആ പോയതോ? വിക്രം ചോദിക്കും, എന്താ പെൺകുട്ടിയല്ലേ? അപ്പൊ വേദ പറയും, വിളിച്ചു ചോദിച്ചു നോക്ക്, അവർക്ക് ചിലപ്പോ ഒരു പെൺകുട്ടി ഉണ്ടാകും. വിക്രം പറയും, അതെയോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ വേദ പറയും, ശ്രദ്ധിച്ചു, പക്ഷേ പ്രായം നോക്കിയില്ല. അപ്പൊ വിക്രം പറയും, സത്യം ഞാൻ മുഖം നോക്കിയില്ല. വേദയ്ക്കും പിന്നെ വിക്രം പറയും, അയ്യേ ഞാനാ ടൈപ്പല്ല, ഞാനാ മുടിയാ നോക്കിയത്. വേദയ്ക്കും, മുടിയോ? വിക്രം പറയും, അതെ. ആ പൂവ് മുടി നിറയെ മുല്ലപ്പൂ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? സത്യമായിട്ടും അല്ലെങ്കിൽ തന്നെ പോലെ ഒരാൾ കൂടെ നടക്കുമ്പോ ഞാൻ തെറ്റായിട്ട് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ആ വക കാര്യത്തിനൊന്നും വിക്രത്തെ കിട്ടില്ല. വേദ പറയും, അയ്യോ ഇയാൾ വലിയ ദുർവാസാവല്ലേ? വിക്രം പറയും, എന്താ സംശയം? ഈ വക കാര്യങ്ങളിലെ ഞാൻ ദുർവാസാവിനേക്കാളും മുകളിലാ. അങ്ങനെ ഇപ്പൊ എന്റെ തപസ് ഇളക്കാന്ന് ആരും വിചാരിക്കണ്ട. വേദ പറയും, അയ്യ അല്ലെങ്കിൽ തന്നെ ആരും വരുന്നു തപസ് ഇളക്കാൻ? വരുന്ന കരുതി കാത്തിരിക്കേയുള്ളൂ. വിക്രം പറയും, അതൊക്കെ വരും, ഇയാളെ പോലത്തെ ആളൊന്നല്ല, ശരിക്കും സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണ്, ഇയാളൊന്ന് പോയി കിട്ടിയാ മതി. വേദ പറയും, ഓ ഞാൻ പോവാൻ വേണ്ടി കാത്തിരിക്കാണല്ലേ? വിക്രം പറയും, എന്താ അങ്ങനെ ആശിച്ചൂടെ? അതില് വേദ പിന്നൊന്നും പറയാതെ ഒരു ചെറിയ വിഷമത്തോടു കൂടെ അങ്ങനെ നടക്കുമ്പോ വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കും, ഹലോ എന്താ മുഖം പോയത്? വേദ പറയും, എന്ത് മുഖം പോവാ, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. വിക്രം പറയും, ഒന്ന് ചെറുതായിട്ട് വിഷമായി, ശരിയല്ലേ? അപ്പൊ വേദ വയ്ക്കും, എന്തിനാ ഒളിച്ചു വെക്കുന്നത്? ഇയാളൊന്ന് പോയി തന്നാ മതി എന്ന് പറഞ്ഞപ്പോ വിക്രമിനിങ്ങനെ നോക്കി ഇങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോ വിക്രം പറയും, അയ്യോ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ വേറെ പെണ്ണൊന്നും വരാൻ പോകുന്നില്ല. അപ്പൊ വേദ പറയും, വന്നാ തന്നെ എനിക്കെന്താ? ഒരു ദിവസം ചോദിക്കാതെയും പറയാതെയും ഞാൻ കയറി വന്നു, അതേപോലെ ഞാൻ ഇറങ്ങി പോവുകയും ചെയ്യും. അതിനിടയിൽ വിക്രം ആരെ കാത്തിരുന്നാലും ആരെ നോക്കിയാലും എനിക്കെന്താ? അത് കേൾക്കുമ്പോ വിക്രമിന് വിഷമാവും. വിക്രം ചോദിക്കും, ശരിക്കും സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? അതല്ലേ സത്യം പറയുമ്പോ സീരിയസ് ആവാതിരിക്കോ? ഞാനൊരു തമാശ പറഞ്ഞതാ, അതിങ്ങനെ മൂഡ് സ്പോയിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല. വേദ പറയും, ആരും അറിഞ്ഞു മൂഡ് പോയിന്നേ? വിക്രമിക്കും, ഇല്ലേ ഒട്ടുമില്ല, ഞാൻ എപ്പോഴും തൊഴാൻ വന്ന അതേ മൂഡില്ല. ഓ എങ്കിലൊരു കാര്യം ചെയ്യ്, ഞാനത് ആ കടയിന്ന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചു തരാം, അത് ചൂടിക്കോ. വേദ പറയും, അയ്യടാ എന്നിട്ട് ആ പെണ്ണിനെ ഓർമ്മിക്കാനല്ലേ? വിക്രം പറയും, അയ്യേ എടോ ഇയാൾക്കത് നല്ല ഭംഗിയുണ്ടാവും, അതുകൊണ്ടാ. വേദ പറയും, എനിക്ക് പക്ഷെ മുല്ലപ്പൂ ഇഷ്ടമല്ല, അതുകൊണ്ട് വേണ്ട. വിക്രം പറയും, മുമ്പ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ വേദ പറയും, നിവർത്തികേട് കൊണ്ട് വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ അതും പിന്നെ എന്താണെന്നാ? വേദ പറയും, എനിക്ക് അതിന്റെ മണം ഇഷ്ടമല്ല, എനിക്കിഷ്ടം റോസിന്റെ മണാ. അപ്പൊ വിക്രം പറയും, മണമില്ലാത്ത മുല്ലപ്പൂ ഉണ്ട്. വേദ വയ്ക്കും, മണമില്ലാത്ത മുല്ലപ്പൂവോ? വിക്രം പറയും, യെസ്. അപ്പൊ വേദ പറയും, ഇയാളെപ്പോലെ ബുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ടാവും, പക്ഷേ മണമില്ലാത്ത മുല്ലപ്പൂ ഉണ്ടാവില്ല. അതിപ്പോ തെളിയിക്കാം, ഇവിടെ ഒരു മിനിറ്റ് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് വിക്രം അടുത്തുള്ളൊരു കടയിലേക്ക് ചെല്ലാണ്. എന്നിട്ട് അവിടെ ചെന്ന് ആ പൂക്കടത്തെ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കുന്നു. അതുപോലെ പേടിഎമ്മിൽ പൈസ പേ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം വേദ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ വിക്രം അങ്ങോട്ട് മണമില്ലാത്ത പൂവായിട്ട് വരും. എന്നിട്ട് വേദയ്ക്ക് കൊടുക്കും. വേദ വാങ്ങിച്ചിട്ട് പറയും, പ്ലാസ്റ്റിക് അല്ലേ, എനിക്ക് മനസ്സിലായി, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിക്രമിന് കൊടുക്കുമ്പോൾ വിക്രം പറയും, അയ്യോ ഇത് പ്ലാസ്റ്റിക് അല്ല. വേദയ്ക്കും, പിന്നെ നോക്കിക്കേ ഇത് കടലാസാണ്, നമ്മുടെ ടിഷ്യൂ പേപ്പറിനോളം സോഫ്റ്റ്, ഇതിൽ ഏത് സ്പ്രേ അടിച്ചാലും അതിന്റെ മണം കിട്ടും. അപ്പൊ മണത്തിന്റെ പ്രശ്നവും പോയി, മുല്ലപ്പൂ വെക്കാനും പറ്റും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? വേദ അതൊക്കെ വാങ്ങിച്ചു നോക്കും. എന്നിട്ട് പറയും, എനിക്ക് പിന്നെ അത്രയും കഷ്ടപ്പെട്ട് മുല്ലപ്പൂ വെക്കണ്ടെന്ന് തീരുമാനിച്ച പോരെ, പക്ഷേ എനിക്ക് ഇയാളെ മുല്ലപ്പൂ വെച്ച് കാണാൻ ഒരു കൊതി. എന്തോ? അപ്പൊ വിക്രം പറയും, അതേന്നേ. വേദയ്ക്കും, ശരിക്കും? എങ്കിൽ പിന്നെ അത് നേരെ അങ്ങ് പറഞ്ഞാ പോരെ, ഒറിജിനൽ മുല്ലപ്പൂ തന്നെ വെച്ചേനല്ലോ. വിക്രം പറയും, ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേദ പറയും, അയ്യോ വേണ്ട, ഇനി ഇത് തന്നെ വെക്കാം, കാണല്ലേ വേണ്ടോ, മണമില്ലെങ്കിലും സാരമില്ലല്ലോ എന്ന് പറഞ്ഞ് വേദ കയ്യിലുണ്ടായിരുന്ന പേഴ്സും പ്രസാദൊക്കെ അവിടെ വെച്ചിട്ട് ആ മുല്ലപ്പൂ എടുത്ത് തലയിൽ ചൂടാട്ടോ. അങ്ങനെ നിക്കേ എന്ന് പറഞ്ഞ വിക്രം ആ മുല്ലപ്പൂ വെക്കുന്നതും അത് കഴിഞ്ഞ് വേദ തിരിയുന്നതും എല്ലാം ഫോട്ടോ എടുക്കാട്ടോ. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവും. ശേഷം വേദ ഫോൺ വാങ്ങിച്ച് ആ ഫോട്ടോസൊക്കെ നോക്കും. വാ പോവാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോവാണ്. അങ്ങനെ ഉണ്ടായിരുന്ന അത്രയും സന്തോഷകരമായ കാര്യങ്ങളൊക്കെ വിക്രം ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുക. ശേഷം ഫോൺ എടുത്തിട്ട്
ആ ഫോട്ടോസൊക്കെ വിക്രം ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ സങ്കടത്തോടു കൂടെ അവിടെ ഇരുന്ന് ആ രാത്രി തള്ളി നീക്കാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നന്ദിനി തെരഞ്ഞു വരികയാണ്. എന്നിട്ട് ആദ്യം കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. നന്ദിനിയോട് സംസാരിക്കാനാണെങ്കിലോ രാധയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അങ്ങനെ നന്ദിനി പറയും, ഞാൻ വന്ന കാര്യം പറയാം. ആ വേതാളം വിക്രമാദിത്യനെ വിട്ടു പോയി. ഇട്ടേച്ചു പോയോ? എന്തിന്? എങ്ങോട്ട്? അപ്പോൾ നന്ദിനി പറയും, അവളുടെ പഴയ വീട്ടിലേക്ക് തന്നെ. എന്തൊക്കെ നന്ദിനിയെടുത്തി പറയുന്നേ? ആരാതെ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം വിക്രം ഒരു കാലത്തും അവസാനിപ്പിക്കില്ലെന്ന് മനസ്സിലാക്കി അവൾ ഇറങ്ങിപ്പോയി. രാധയ്ക്കും വേദയോ? നന്ദിനി പറയും, അതെ, നീ വന്ന് അമ്മയോടോ ശ്രീ ചേച്ചിനോട് ചോദിച്ചു നോക്ക്, എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ നന്ദിനി പറയും, എനിക്ക് തോന്നുന്നതേ അവൾക്ക് മടുത്തുന്നാ, ഇനി അവൾ തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. രാധ പറയും, എനിക്ക് തോന്നുന്നില്ല വേദ അങ്ങനെ ചെയ്യുന്നേ. ഞങ്ങൾ എല്ലാവരുടെയും മുന്നിന്നാ അവള് യാത്ര പറഞ്ഞു പോയത്. ഇറങ്ങുമ്പോ കണ്ണു നിറഞ്ഞിരുന്നു. അത് ഞങ്ങളെ കാണിക്കാതിരിക്കാൻ മറച്ചു പിടിക്കാനും കള്ളി ശ്രമിച്ചു. നോക്കരാതെ, ഇത് നിന്റെ സമയ, ഇത് നീ ശരിക്കും ഉപയോഗിച്ച ഇനി വിക്രമിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീയാണ്. രാധ ചിരിക്കും. നീ ഇപ്പൊ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വേദ, അവള് പിണങ്ങി തന്നെ പോയതാ. വിക്രമിന്റെ സ്വഭാവം അറിയാലോ, അവനും വാശിക്ക് അത്രയ്ക്കും മോശമൊന്നുമല്ല. അങ്ങോട്ട് ചെന്ന് കാണാനായിട്ട് അവൻ അത്ര പെട്ടെന്ന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ആ അവസരം നീ ശരിക്കും ഉപയോഗപ്പെടുത്തേണ്ടത്. രാധ പറയും, നന്ദിനിയടുത്ത് എന്താ കരുതിയത്? അവള് പോയാ ആ കട്ടിലൊഴിയാൻ ഞാൻ കാത്തിരിക്കുകയാണെന്നോ? ഒരു റിലേഷനിലുള്ള ആൾക്കാർ തമ്മില് വഴക്കുണ്ടാകും, ചീത്ത വിളിച്ചൊന്നും വരും, പരസ്പരം അകന്ന് കുറെ കാലം കഴിഞ്ഞൊന്നും വരും. പക്ഷെ ആ റിലേഷൻ സത്യമാണെങ്കിലും ശക്തമാണെങ്കിലും അത് അവര് തന്നെ പരിഹരിച്ചോളും. അതിനിടയിലേക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. കുറച്ചു കാലം മുമ്പ് എനിക്കത് മനസ്സിലായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വിക്രം ചേട്ടനെയും വേദയും തമ്മിൽ പിരിച്ച് എന്നെ സഹായിക്കുന്ന വേഷം നന്ദിനിയെടുത്ത് കെട്ടണ്ട. രണ്ടാടുകളെ തമ്മില് അടുപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നോക്കിയ ചെന്നായുടെ കഥയില്ല, അതുപോലെ അവസാനം പുറത്താകാൻ പോകുന്നത് നന്ദിനിയെടുത്തിയാകും. അപ്പോഴേക്ക് ഫ്രണ്ടിലുള്ള ഓട്ടോ പോകുമ്പോ രാധ പറയും, അടുത്ത ഓട്ടോ എന്റെതാ. നന്ദിനിയെടുത്ത് വെറുതെ സമയം കളയാതെ പോകാൻ നോക്ക്. നന്ദിനി പറയും, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാ, അതിലെനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. രാധ പറയും, ഗുണമില്ലല്ലോ. ഗുണമില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടരുത്. വിക്രമേട്ടന്റെ കാര്യത്തിൽ നിന്നും ഞാൻ പഠിച്ച പാഠം അതാണ് കേട്ടോ. ചെല്ലേ. അപ്പോഴേക്കും രാധയുടെ ഓട്ടോയിലേക്കും ആൾക്കാർ കയറാൻ വരും. അങ്ങനെ രാധ അവരെ കൂട്ടി ആ ട്രിപ്പ് പോവാണേ. പോട്ടെ നന്ദിനിയെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ പോകുന്നത്. അവളുടെ ഒരു പോട്ടെ നന്ദിനിയെടുത്തി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നടന്നു പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ശങ്കരനാരായണന്റെ വീട്ടിലേക്ക് വരിക കേട്ടോ. വന്നവിടെ വണ്ടി നിർത്തുമ്പോൾ തന്നെ ഡോറ് തുറന്നിട്ട് ദീപ്തിയാണ് വരുന്നത്. വിക്രം ചേട്ടൻ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഓടിച്ചെല്ലും. നിന്റെ ചേച്ചി ഇല്ലടി? ഉണ്ട് മോളാ, വാ ചേട്ടാ. വിക്രം പറയും, ഞാനിപ്പോ ശ്രീയേട്ടനും വിക്രം ചേട്ടനും തമ്മിൽ അടിയാവും. വേദ ആകെ പേടിച്ച് വെപ്രാളത്തോടു കൂടെ താഴേക്ക് പോവാണേ. ഇതേ സമയം അവർ രണ്ടുപേരും കൂടെ വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. ശ്രീകാന്ത് പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. വിക്രം പറയും, അതിനെനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട എന്ന് പറഞ്ഞ് വിക്രം അകത്ത് കയറാൻ തുടങ്ങുമ്പോൾ ഡാ എന്ന് വിളിച്ചുകൊണ്ട് ശ്രീകാന്ത് വിക്രമിന്റെ ഡ്രസ്സിൽ കയറി പിടിക്കും. കൈ വിടടാ. ശ്രീകാന്ത് പറയും, പുറത്തേക്ക് ഇറങ്ങടാ. അതില് വിക്രം കൈ എടുക്കാനല്ലടാ പറഞ്ഞ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമാവുക. ശ്രീ മോനെ വേണ്ട എന്ന് പത്മവും അതുപോലെ വർഷയും പറയുന്നുണ്ടെങ്കിലും ശ്രീകാന്ത് വിക്രമിനെ പിടിച്ചൊരു ഒറ്റ ഒന്ന് വെച്ചു കൊടുക്കും. വിക്രം താഴെ വീഴുമ്പോ ശ്രീകാന്ത് വിക്രമിനെ അടിക്കാനായി ഒതുങ്ങാട്ടോ. നിർത്താനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ട് വരികയാണ്. വിടാനല്ലേ പറഞ്ഞത് എന്ന് ഷൗട്ട് ചെയ്ത് നല്ല ദേഷ്യത്തിൽ പറയുമ്പോൾ ശ്രീകാന്ത് ആ പിടിവിട്ട് എഴുന്നേൽക്കും. ശേഷം വേദ വിക്രമിനെ ദയനീയായി നോക്കിയിട്ട് കൈ കൊടുക്കുകയാണ് എഴുന്നേൽക്കാനായിട്ടുള്ള. അങ്ങനെ വേദ കൊടുക്കുന്ന കൈ വെച്ച് വിക്രമിനെ എഴുന്നേൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീടുള്ള പ്രമോല് ഇവര് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു സങ്കടമുള്ള കാര്യമാണ്. എങ്കിലും നമുക്ക് ആ പ്രമോയ്ക്കായി വെയിറ്റ് ചെയ്യാം. ഇൻ്റർവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.